CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിൽ കേരളത്തിലെത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. വിഷൻ 2031 ഭാഗമായി കായിക വകുപ്പ് നടത്തിയ നവകായിക കേരളം മികവിന്റെ പുതു ട്രാക്കിൽ എന്ന സംസ്ഥാനതല സെമിനാർ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തിന് 75 വർഷം പിന്നിടുന്ന 2031 തർക്കരഹിത ഭൂമി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബജറ്റിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവിൽ നവീകരിച്ച പന്നിൻകുറിശി തൂത റോഡിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. കലയുടെയും ആഘോഷത്തിന്റെയും 4 ദിനങ്ങൾക്ക് തുടക്കം കുറിച്ച് പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരശീല ഉയർന്നു. 23 വിദ്യാലയങ്ങളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികളാണ് ഈ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. മങ്കട, മേലാറ്റൂർ ഉപജില്ലകളിലും കലോത്സവം ആരംഭിച്ചു. മണ്ണാർക്കാട് കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം N ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. മണ്ണാർക്കാട് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറ്റു വാഹനങ്ങളിലിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. 3 കാറുകളും ഓട്ടോയും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടർ യാത്രികയെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിൽ കേരളത്തിലെത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. വിഷൻ 2031 ഭാഗമായി കായിക വകുപ്പ് നടത്തിയ നവകായിക കേരളം മികവിന്റെ പുതു ട്രാക്കിൽ എന്ന സംസ്ഥാനതല സെമിനാർ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 2 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അർജന്റീനൻ ടീമിൻ്റെ ഒരു മെയിലിൽ മാർച്ചിൽ അവർ നിർബന്ധമായും വരാമെന്നും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് നടത്താമെന്നും അവർ അറിയിച്ചു. സത്യത്തിൽ ഇതിൽ നമ്മുടെ പൊതുസമൂഹവും കായിക പ്രേമികളും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ അറിയേണ്ടത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു തർക്കത്തിനുള്ള വേദിയായിട്ടല്ല ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ കേരളത്തിലെ കായിക മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ കായികം സത്യത്തിൽ ഈ പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖല, ക്രിക്കറ്റൊക്കെ തന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ്. അതാണ് സ്പോർട്സ് എക്കോണമി എന്നുള്ളത്. എല്ലാ രാജ്യങ്ങളും സ്പോർട്സ് എക്കോണമിയിലാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ടീമിന്റെ വരവ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇമെയിൽ ലഭിച്ചിട്ടുണ്ട്. ഫിഫ അംഗീകൃത സ്റ്റേഡിയത്തിന്റെ അഭാവമാണ് നവംബറിൽ അർജന്റീന ടീം കേരളത്തിൽ എത്താതിരിക്കാൻ കാരണം. കായിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് 9 വർഷം കൊണ്ട് കേരളം സ്വന്തമാക്കിയത്. സ്റ്റേഡിയങ്ങളും കളിക്കളങ്ങളുമായി 385 നിർമ്മിതികളാണ് ഇക്കാലയളവിൽ ഒരുക്കിയത്. എല്ലാ പഞ്ചായത്തിലും നിലവാരമുള്ള കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1 മുതൽ 10 വരെ പാഠ്യപദ്ധതിയിൽ കായികം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. തദ്ദേശ സ്ഥാപനതല സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം, കായിക ഉച്ചകോടി ആദ്യമായി നടത്തിയ ആദ്യ സംസ്ഥാനം, കോളേജ് സ്പോർട്സ് ലീഗ് നടത്തിയ സംസ്ഥാനം തുടങ്ങി നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കേരളത്തിന് കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. കായിക യോജന കാര്യാലയം ഡയറക്ടർ P വിഷ്ണുരാജ് കായിക രംഗത്തെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചു. CCN മലപ്പുറം. സംസ്ഥാനത്തിന് 75 വർഷം പിന്നിടുന്ന 2031 തർക്കരഹിത ഭൂമി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാരികപ്പെട്ട തഹസിൽ ഓഫീസർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ആ അസൈൻമെന്റ് അതോറിറ്റിയുടെ
സർക്കാരിന്റെ കാലത്ത് 2 ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തോളമായി 4,13,000-ഓളം പട്ടയങ്ങൾ വിതരണം ചെയ്തെന്നും അടുത്ത വർഷത്തോടെ അത് 5 ലക്ഷത്തിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. അതിൻ്റെ ഗുണഫലമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രേഖകൾ താമസത്തിന് എത്തിക്കുക. അതിലേറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു പ്രശ്നമാണ് പട്ടയം ഉണ്ടാക്കുക. നിങ്ങൾക്കറിയാം, എത്രയോ രേഖകൾ പട്ടയവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടത്. കാരണം മുൻപ് കാലങ്ങളിലൊക്കെ തന്നെ ധാരാളം ഈ തെറ്റായുള്ള പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നത്, അതായത് ഓഫീസുകളൊക്കെ സ്വാധീനിച്ചുകൊണ്ട് കള്ളപ്പട്ടയങ്ങൾ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. വിവിധ താലൂക്കുകളിലെ വിവിധ ആളുകൾക്കുള്ള പട്ടയ വിതരണം അദ്ദേഹം നിർവഹിച്ചു. ജില്ലാ കളക്ടർ വി ആർ വിനോദ്, ADM NM മെഹർ അലി, ഡെപ്യൂട്ടി കളക്ടർമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ ഭൂമിയുടെ അവകാശികളായി മാറിയത് 1895 കുടുംബങ്ങളാണ്. CCN മലപ്പുറം. ബജറ്റിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചിലവിൽ നവീകരിച്ച പന്നിയകുറിശി തൂത റോഡിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. ബഹുമാനപ്പെട്ട MLA ശ്രീ P മമ്മിക്കുട്ടിയെ അദ്ദേഹത്തിന്റെ ഈ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഈ പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനവും ബാക്കി പ്രവൃത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനവും വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സർക്കാർ പദ്ധതികൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ പഴയ മുനിസിപ്പൽ ഭരണം വേണ്ടത്ര ശ്രദ്ധിക്കാത്തതാണ് റോഡ് ഏറെ നാൾ തകർന്നു കിടക്കാൻ കാരണമെന്ന് മമ്മിക്കുട്ടി MLA പറഞ്ഞു. അവരുടെ ഭരണകാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെയിൻ്റനൻസ് പണിയും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണിയും അതല്ലെങ്കിൽ അത് അപ്ഡേഷനൊക്കെയുള്ള കാര്യങ്ങൾ കുറെ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു പരുക്ക് ഈ റോഡിന് സംഭവിക്കാനിടയുണ്ടായിരുന്നില്ല. അവരുടെ കാര്യം ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ തന്നെ ആയിരുന്നു. പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ UDFൻ്റെ ആളുകൾ വന്നു. ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതികളൊന്നും ഞങ്ങൾക്ക് നടപ്പാക്കാൻ ഒഴിവില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കൂട്ടർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഭരിച്ചാൽ എന്താ കോലം ഉണ്ടാകുക എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു 15 മുതൽ 20 വരെയുള്ള കാലം. 20 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആളുകൾ അത് തിരുത്തി. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയോജനവും മുന്നേറ്റവും ഡെവലപ്മെൻറ്റും എല്ലാ മേഖലയിലും ഇപ്പോൾ ദൃശ്യമല്ലേ. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ K മിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ VP ഷമീജ്, KT പ്രമീള, CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, ചെർപ്പുളശ്ശേരി ലോക്കൽ സെക്രട്ടറിമാരായ C ജയകൃഷ്ണൻ, ലുക്മാൻ എന്നിവർ സംസാരിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗം K കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ഭാരതപ്പുഴ BM കായൽ സംയോജന പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. പൊന്നാനി, തൃശൂർ മേഖലയിൽ വേനൽക്കാലത്തും വെള്ളം ലഭ്യമാക്കാനും പുഞ്ചകൃഷിക്കായി വെള്ളം ശേഖരിക്കാനും ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. BM പാർക്കിൽ നടന്ന ചടങ്ങിൽ P നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. 5 പതിറ്റാണ്ടായുള്ള കാത്തിരിപ്പിന്റെ ഫലമാണ് ഈ പദ്ധതിയെന്നും കൃത്യമായ പ്രവർത്തനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും സാക്ഷാത്കാരമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 2 ജലാശയങ്ങളെയും ബന്ധിപ്പിക്കുന്ന ജലസേചനവും കുടിവെള്ള വിതരണവും മാത്രമല്ല, പ്രദേശത്തിന്റെ സാമ്പത്തികവും പരിസ്ഥിതിയും പുതുജീവനം നേടിയെടുക്കുക കൂടിയാണ് ഇതിലൂടെ നമുക്ക് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവിടെ തീർച്ചയായിട്ടും എല്ലാവിധമായ ഭാവങ്ങളും ഞാൻ നേരത്തെ കർഷകർ ഇപ്പോൾ പൂർണ്ണമായും BM കായലിൽ സംഭരിക്കുന്ന മഴവെള്ളത്തിൽ നിന്നാണ് ആശ്രയിക്കുന്നതെങ്കിൽ മഴ കുറയുമ്പോൾ വെള്ളം ലഭിക്കാതിരിക്കുകയും കൃഷി മുടങ്ങുകയും ചെയ്യുന്ന രീതിയുണ്ട്. അതിനാൽ ഭാരതപ്പുഴയിൽ നിന്നുള്ള വെള്ളം നേരിട്ട് BM കായലിലേക്ക് എത്തുന്ന ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പൊ കൃഷിക്കും ജലസേചനത്തിന് എന്നതുപോലെ തന്നെ കുടിവെള്ളത്തിനും ഏറെ സഹായകമാകുന്ന ഒരു പദ്ധതിയാണ് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുക. ഭാരതപ്പുഴയിലേക്ക് ആ നിലയിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി വിജയകരമായി പൂർത്തിയാകുമ്പോൾ നമ്മുടെ നാട്ടിലെ കൃഷി അത് ഏറ്റവും കൂടുതൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷദായകമായ ഒരു കാര്യമായി മാറും.
മലപ്പുറം, തൃശൂർ ജില്ലകളിലെ 2 നഗരസഭകളിലേക്കും 10ലേറെ പഞ്ചായത്തുകളിലേക്കും BM കായലിനോടും 100 അടി തോടിനോടും ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 35.80 കോടി രൂപ നബാർഡ് ഫണ്ട് വകയിരുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം. ചടങ്ങിൽ AC മൊയ്തീൻ MLA മുഖ്യാതിഥിയായിരുന്നു. ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ E അജ്മൽ സ്വാഗതവും കോഴിക്കോട് ഇറിഗേഷൻ നോർത്ത് സർക്കിൾ സൂപ്രണ്ട് എഞ്ചിനീയർ T ഷാജി റിപ്പോർട്ടും അവതരിപ്പിച്ചു. വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCN മലപ്പുറം. കലയുടെ വർണ്ണപ്രപഞ്ചമൊരുക്കി മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ഔപചാരിക തുടക്കം. യുവപ്രതിഭകളുടെ അരങ്ങേറ്റത്തിന് സാക്ഷ്യം വഹിച്ച കലോത്സവം N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്ത കാലത്താണ് അട്ടപ്പാടിയിലെ ആദിവാസി സമൂഹത്തിന്റെ അവരുടെ കലാപ്രകടനങ്ങൾ കലാമേളയിലേക്ക് കടന്നു വന്നത്. കുമ്മികളിയും അതുപോലുള്ള ഇനങ്ങളും ഒക്കെ ഇപ്പം മത്സര ഇനങ്ങളാണ്. സ്വാഭാവികമായും ഈ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ കേരളത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ട്. പക്ഷെ നമ്മുടെ മണ്ഡലത്തിലാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖല. അപ്പോൾ അവിടെ നിന്ന് നല്ല കലാകാരന്മാർക്ക് ആ രംഗത്ത് ഉയർന്ന് വളർന്ന് വരാൻ കഴിയുന്നു. ഇതൊക്കെ ഞാൻ നേരത്തെ കുറെ ഗായകന്മാരുടെ പേര് പറഞ്ഞു. ആ ഗായകന്മാരുടെ കൂട്ടത്തിലാണ് ആര് നിൽക്കുന്നത്? അട്ടപ്പാടിയിലെ ഗോത്ര സമൂഹത്തിലെ ആടുമേച്ചിരുന്ന, നാടൻ ജോലികൾ ചെയ്തിരുന്ന, എന്നാൽ ഇടയ്ക്കിടെ ആ കുന്നിൻ ചെരുവിലും മലമുകളിലും ഒക്കെ ഇരുന്ന് തന്റെ ഹൃദയത്തിൽ തോന്നിയ ശുദ്ധ സംഗീതം, ഈ പ്രകൃതിയുടെ സംഗീതം ആലപിച്ചു നഞ്ചിയമ്മ. ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് V പ്രീത അധ്യക്ഷത വഹിച്ചു. പ്രേക്ഷകരുടെ മനം കവർന്ന പ്രകടനങ്ങളോടെയാണ് പ്രധാന വേദികൾ ഉണർന്നത്. പ്രത്യേകിച്ചും മാപ്പിളക്കലകൾ അവതരിപ്പിക്കപ്പെട്ട വേദികൾ ആവേശത്തിരയിളക്കി. ദഫ്മുട്ട്, കോൽക്കളി തുടങ്ങിയ മാപ്പിള കലാരൂപങ്ങൾ താളമേളങ്ങളോടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സദസ് ആവേശത്തിൽ ഇളകി മറിഞ്ഞു. നൃത്തച്ചുവടുകളും ഈണങ്ങളും കലോത്സവത്തിന്റെ മാറ്റുകൂട്ടി. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ 2ാം വേദിയിലും കോൽക്കളി മത്സരവേദിയിലും മത്സരങ്ങൾ വൈകുന്നത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കി. കൃത്യസമയത്ത് മത്സരങ്ങൾ ആരംഭിക്കാത്തതിനാൽ കുട്ടികൾ കടുത്ത ടെൻഷനിലായിരുന്നു. തുടങ്ങിയിട്ടില്ല, കുറെ നല്ല ലാഗായി. 9:30 റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ 3 കുട്ടികൾ എത്തിച്ചേരാനുള്ളത് കൊണ്ടാണ് 4 കുട്ടികൾ മത്സരത്തിനായി കാത്തിരിക്കേണ്ടി വന്നതെന്ന് ആദ്യം സംഘാടകർ പറഞ്ഞു. എന്നാൽ ജഡ്ജസ് എത്താത്തത് കൊണ്ടാണെന്ന് തിരുത്തി. അതല്ല, ഇനി വേറെ ഐറ്റത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ആദ്യം അവരെ
അവർക്ക് ലോട്ട് കൊടുത്ത് അവർക്ക് അതിനുള്ള അവസരം ആദ്യം അവതരിപ്പിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ തന്നെ പ്രോഗ്രാം ഡീൽ ചെയ്യുന്നതാണ്. രാവിലെ 11:30 കോൽക്കളി മത്സരങ്ങൾ സ്റ്റേജ് 1 ആരംഭിച്ചില്ല. സ്റ്റേജ് 1 നിന്ന് 4 മാറ്റിയതാണ് വൈകാൻ കാരണമെന്ന് സംഘാടകർ പറയുന്നു. സ്റ്റേജ് 1 നടക്കേണ്ട പ്രോഗ്രാമുകളാണ് സ്റ്റേജ് 4 നമ്മൾ തീരുമാനിച്ചത്. അത് പെട്ടെന്ന് രാത്രി കംപ്ലൈന്റ് പോയ സ്റ്റേജ് 1 കോൽക്കളിക്ക് എന്തോ ബുദ്ധിമുട്ട് സ്കൂളുകാർ കംപ്ലൈന്റ് പറഞ്ഞതിന്റെ സാഹചര്യത്തിൽ നല്ല രാത്രിയോടെയാണ് കംപ്ലൈന്റ് AEOക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് പ്രകാരം പെട്ടെന്ന് രാവിലെ പ്രോഗ്രാം മാറ്റി നിശ്ചയിച്ചു. സ്റ്റേജ് 1 സ്റ്റേജ് 4 മാറ്റാനുള്ള തീരുമാനം ഉണ്ടായി. മത്സരം തുടങ്ങാത്തതിനാൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങളിവിടെ 9:30 വന്നിരിക്കൽ തുടങ്ങിയതാണ്. പരിപാടി 9:30 തുടങ്ങുന്നതാണ്. ഇപ്പൊ 11:15 മത്സരം തുടങ്ങിയിട്ടില്ല. കുട്ടികൾ മാറ്റി നിൽക്കല്, ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നിശ്ചിത സമയത്ത് മത്സരങ്ങൾ ആരംഭിക്കാനും കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും സംഘാടകർ അടിയന്തരമായി ഇടപെടണമെന്ന് മത്സരാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടു. CCN മണ്ണാർക്കാട്. കലയുടെയും ആഘോഷത്തിന്റെയും 4 ദിനങ്ങൾക്ക് തുടക്കം കുറിച്ച് പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരശ്ശീല ഉയർന്നു. 73 വിദ്യാലയങ്ങളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികളാണ് ഈ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ആദ്യ ദിവസം 93 ഇനങ്ങളിലെ മത്സരങ്ങൾ പൂർത്തിയാക്കി. വിവിധ ആലാപന മത്സരങ്ങൾ, രചനാ മത്സരങ്ങൾ, വാദ്യോപകരണങ്ങളുടെ മത്സരങ്ങൾ എന്നിവയ്ക്കാണ് ആദ്യ ദിനം വേദിയായത്. വേദി 5 നടന്ന ചെണ്ടവാദ്യമേളവും തായമ്പകയും കലോത്സവത്തിന് പൊലിമയേകി. തിങ്കളാഴ്ച മത്സരങ്ങൾക്ക് തുടക്കമായെങ്കിലും കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ നടക്കും. നജീബ് കാന്തപുരം MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിനു ശേഷം വിവിധ വേദികളിലായി ക്ലാസിക്കൽ ഇനങ്ങൾ, ഗോത്രകലാ മത്സരങ്ങൾ എന്നിവ അരങ്ങേറും. CCN പെരിന്തൽമണ്ണ. KSSPA ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ ജ്വാല നടത്തി. KSSPA ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നീണ്ട 5 കൊല്ലക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സർവീസ് പെൻഷൻകാരോട് തുടർച്ചയായി കാണിക്കുന്ന അവഗണന മൂലം യാതൊരു ഗതിയും ഗത്യന്തരവുമില്ലാതെ ജനാധിപത്യപരമായ ഒരു സമരം നമ്മൾ നടത്താൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ദിവസത്തിൽ സമരം നടത്തുന്നതിന് സർവീസ് പെൻഷൻകാർക്ക് വിഷമമുണ്ട്. എന്നാൽ അതല്ലാതെ കാര്യങ്ങൾ പറയാൻ മറ്റു പലരും മടിക്കുമ്പോ സർവീസ് പെൻഷൻകാരുടെ കാര്യങ്ങൾ പറയാൻ, ആവശ്യങ്ങൾ പറയാൻ, ആനുകൂല്യങ്ങൾ പറയാൻ പുതിയ ആനുകൂല്യങ്ങളല്ല സർ. സർവീസ് പെൻഷൻകാർക്ക് 2024 ജൂലൈ 1 മുതൽ ലഭിക്കേണ്ട പെൻഷൻ പരിഷ്കരണം അനിശ്ചിതമായി നീട്ടിവെക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് KSSPA ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ പറഞ്ഞു. K മോഹൻകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ VD മണികണ്ഠൻ, K രാമകൃഷ്ണൻ, ഓമന ഉണ്ണി, P ഗിരീശൻ, VN കൃഷ്ണൻ, ഭാസ്കരൻ ചിങ്ങനേഴി, U കുഞ്ഞായമ്മു, V ഉണ്ണികൃഷ്ണൻ, V മുരളീധരൻ, K ശിവദാസൻ, K ബാലകൃഷ്ണൻ, A ജ്ഞാനാംബിക, S മായ, PK അബ്ദു, O ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ ജ്വാലയ്ക്ക് മുന്നോടിയായി ശ്രീകൃഷ്ണപുരം ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ് പാർത്തല വാര്യത്ത് വർഷം തോറും നടത്തി വരാറുള്ള കളംപാട്ട് ഉത്സവത്തിന് കൂറയിട്ടു. ഇതോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിശേഷാൽ ചടങ്ങുകൾക്ക് തുടക്കമായി. അടികൊഴുതമ്പിലാകരവോടു ഞാൻ നിന്നെ വാഴ്ത്തുന്നേരം അവധില്ലാതോളം തിരുവുള്ളമെങ്കലുറയ്ക്കനായി അരയാലിലേക്കു വെച്ചു തുടൽ പറിച്ചു കൊള്ളുന്ന വീര
1000 പേർക്ക് വിലയും ചെയ്ത് മുമ്പിൽ തുണച്ചു നിൽപ്പോൻ ഒരു തുണ ചെയ്യുക വേണമെനിക്ക് പുളി കാവിൽ വാഴും നല്ലവനയ്യനെ തുണ ചെയ്യുക ഞാനിത കൈതൊഴുന്നേ. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് സുകുമാരക്കുറുപ്പാണ് കൂറയിടൽ കർമ്മം നിർവഹിച്ചത്. ഓരോ ദിവസവും ഓരോ ദേവതമാർക്കാണ് കളംപാട്ട് നടക്കുന്നത്. ഇക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവരാണ് 3 ദിവസത്തെയും താന്ത്രിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പോരൂർ ഉണ്ണികൃഷ്ണമാരാർ, കരിക്കാട് മുരളി വാര്യർ എന്നിവരുടെ നേതൃത്വത്തിൽ തായമ്പക, കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് തുടങ്ങിയ വാദ്യകലാവിരുന്നുകളും ഉത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറ്റു വാഹനങ്ങളിലിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. 3 കാറുകളും ഓട്ടോയും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടർ യാത്രികയെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ പാലാപ്പട്ടയിൽ ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ആദ്യം എതിർദിശയിൽ വന്ന കാറിന്റെ വലതുവശത്ത് തട്ടുകയും തൊട്ടുപിന്നാലെ ഒരേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന ഓട്ടോയിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ മറിയുകയും ചെയ്തു. ഉടനെ വലത്തേക്ക് തിരിഞ്ഞ കാർ എതിർദിശയിൽ വന്നിരുന്ന സ്കൂട്ടർ യാത്രികയെയും ഇടിച്ചു തെറിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സ്കൂട്ടർ യാത്രികയുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട കാരണം വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCN മണ്ണാർക്കാട്. മാങ്ങോട് രംഗശ്രീ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കലാസാംസ്കാരിക കൂട്ടായ്മ രൂപീകരിച്ചു. രൂപീകരണ സമ്മേളനം കലാമണ്ഡലം ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ചെയർമാനും കലാമണ്ഡലം ശിവരാമൻ കൺവീനറായും രാധാകൃഷ്ണൻ കളത്തൊടി, ശിവരാമൻ കിഴക്കേക്കര, പ്രസാദ് എന്നിവരെ വൈസ് ചെയർമാൻമാരായും തിരഞ്ഞെടുത്തു. ബിജുമോൻ പന്തിരിക്കുളം, അജയ് രാജ്, സന്തോഷ് കുമാർ എന്നിവരാണ് ജോയിന്റ് കൺവീനർമാർ. CCN ചെറുപ്പുളശ്ശേരി. മറ്റ് ഭാഷകൾ പഠിക്കാൻ മാതൃഭാഷയെ നമ്മൾ പിന്നോട്ട് തള്ളുമ്പോൾ സമൂഹവും പിറകോട്ട് പോകുമെന്ന് എഴുത്തുകാരൻ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് മലപ്പുറത്ത് മലയാള ഭാഷാ ദിനാചരണവും ഭാഷാ വാരാചരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്തോഷ് വള്ളിക്കാട്. 2024 നിന്ന് 25 ഒരു പ്രതിജ്ഞാ വർഷത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രതിജ്ഞ എടുത്തതിന് ശേഷം മലയാള ഭാഷയുടെ പുരോഗതിക്കും സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്കുമായി എന്നാൽ കഴിയുന്ന എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സർഗാത്മകമായ ചിന്ത എന്നും മാതൃഭാഷയിലൂടെ സംഭവിക്കേണ്ടതാണ്. ഭാഷയുടെ വികാസം അത് ഉപയോഗിക്കുന്നതനുസരിച്ചാണ്. ആഘോഷങ്ങളുടെ ഭാഷ ആംഗലേയവും ചരമക്കുറിപ്പിന്റെ ഭാഷ മലയാളവുമാണ്. നവംബർ 1 മുതൽ ഒരാഴ്ചത്തേക്ക് മാത്രം ആചരിക്കേണ്ട ഒന്നല്ല ഭരണഭാഷാചരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച മലയാള ഭാഷാ ദിനാചരണത്തിന്റെയും ഭരണഭാഷാ വാരാചരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു സന്തോഷ് വള്ളിക്കാട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. എത്ര പേർക്ക് സാധാരണക്കാരും പലർക്കും അത് വായിച്ചു നോക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നു എന്നുള്ളത് വലിയ ഇതുപോലെയുള്ള ദിനങ്ങൾ ആചരിക്കുന്നതിൻ്റെ വലിയൊരു മെച്ചത. എങ്കിലും 100% ആയിട്ടുണ്ടോ? പലപ്പോഴും ഇങ്ങനെ ഞാൻ കാണാറുണ്ട്. ഈ പല സിവിൽ കോടതികളൊക്കെ ഇംഗ്ലീഷിൽ ഓർഡർ പാസ്സാക്കും. അപ്പോൾ ചില ആൾക്കാരെന്നെ കാണാൻ വരുന്നവരെങ്കിൽ കോടതിയുടെ വലിയ ഓർഡർ കാണിക്കാറുണ്ട്. സിവിൽ കോടതിയുടെ ഓർഡർ ഒത്തിരി ഒന്നിച്ചു വരും. ചില ആൾക്കാർ കാണിക്കുന്ന ഓർഡർ അവർക്കെതിരായിട്ടുള്ള ഓർഡറാണ്. പക്ഷെ അതുപോലും
ചില സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഉത്തരവ് അവർക്കെതിരായിട്ടുള്ളതാണ്. അവർക്ക് അനുകൂലമായിട്ടൊന്നും ഈ 50 പേജിൽ എഴുതി പിടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവർ മറ്റു ഭാഷകൾ പഠിക്കാൻ മലയാളത്തെ അവഗണിക്കേണ്ട ആവശ്യമില്ല. മാതൃഭാഷ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഭരണ സംവിധാനം മെച്ചപ്പെടുകയും സുതാര്യമാവുകയും ചെയ്യുക എന്ന് ജില്ലാ കളക്ടർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ADM NM മെഹ്റലി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ IR പ്രസാദ്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ അനീഷ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ 5 വർഷത്തെ വികസന നേട്ടങ്ങളും സർക്കാരിൽ നിന്നുണ്ടായ പ്രതികൂല നടപടിയും ജനങ്ങളോട് വിശദീകരിക്കുന്നതിന് UDF വികസന സന്ദേശ ജാഥ നടത്തും. ചൊവ്വ, ബുധൻ, വ്യാഴ ദിവസങ്ങളിലാണ് ജാഥ. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊന്നും പറയാനില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ആളുകളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ മേൽപ്പാലമായിരുന്നു പഞ്ചായത്തിനെ പ്രതിയാക്കിക്കൊണ്ടുണ്ടായിരുന്ന പ്രചരണമായിരുന്നു. അങ്ങാടിപ്പുറത്തെ ബ്ലോക്കിന്റെ ഉത്തരവാദി പഞ്ചായത്താണ്. മേൽപ്പാലം ആ രൂപത്തിലായത് പഞ്ചായത്തിന്റെ തകരാറാണ് എന്ന രീതിയിൽ നാഷണൽ ഹൈവേയിലുണ്ടായ ഒരു മേൽപ്പാലത്തിന്റെ പേരിൽ പോലും പഞ്ചായത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് നടത്തിയിരുന്നത്. അതുപോലെ ഏറ്റവും അവസാനത്തെ ഒരു സമയത്തിന് ഉന്നയിക്കപ്പെട്ട ആക്ഷേപം ഭയങ്കരമായ വിവേചനം കാണിക്കുന്നുണ്ട് വികസനത്തിൽ നിന്ന്. തുടർഭരണം ലഭിച്ചാൽ നടപ്പാക്കേണ്ട വികസനക്ഷേമ പദ്ധതികൾ സംബന്ധിച്ച പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരണ കേന്ദ്രങ്ങളിൽ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കും. ഇതിനു പുറമെ സമൂഹ മാധ്യമങ്ങൾ വഴി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ സൗകര്യമൊരുക്കും. വഴിയോരങ്ങളിലെ ബസ് വെയിറ്റിംഗ് ഷെഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികൾ വഴിയും പൊതുജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കും. ഇപ്രകാരം ലഭ്യമാകുന്ന അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേറിട്ട രീതിയിൽ ജനകീയ പ്രകടന പത്രിക തയ്യാറാക്കിയാണ് തിരഞ്ഞെടുപ്പിൽ UDF പ്രചരണ രംഗത്തിറങ്ങുകയെന്നും UDF നേതാക്കൾ പറഞ്ഞു. പല വാർഡുകളിലും വീടുകളിൽ കയറി നമ്മൾ നിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്ന സാഹചര്യം വരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത്രയും ബഹുദൂരമായിട്ട് ഞങ്ങൾ മുന്നിലാണ്. അത്തരമൊരു സാഹചര്യം കണ്ടപ്പോൾ വെപ്രാളപ്പെട്ടുകൊണ്ട് ബേജാറായിട്ടാണ് CPM ഈ പ്രചരണങ്ങളും ഈ സമര നാടകങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് കർശനമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി വീണ്ടും ആളുകളെ കൊണ്ട് അപേക്ഷ കൊടുപ്പിച്ചിട്ട് പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഹിയറിംഗ് നടത്തരുത് എന്നാണ് ഞങ്ങളുടെ ആവശ്യം. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ 35ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പദ്ധതിയായ പുനർജനി പദ്ധതിയുടെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കിംസ് അൽ ഷിഫയുടെ റീനൽ ട്രാൻസ്പ്ലാന്റ് വിഭാഗം ഇതിനോടകം വിദേശികൾക്കടക്കം നിരവധി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗമായ ഇവിടെ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച ടിൻ ഓപ്പറേഷൻ തിയേറ്റർ, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പ്ലാന്റ് ICU, വിദഗ്ധ പരിശീലനം ലഭിച്ച ഡോക്ടർമാർ, നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവരുടെ വ്യക്തിഗത പരിചരണം ലഭ്യമാണ്. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ചികിത്സാ പദ്ധതികളും ഇവിടെ ലഭ്യമാണ്. പദ്ധതി പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം കിംസ് അൽ ഷിഫ വൈസ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ P. ഉണ്ണീന്റെ അധ്യക്ഷതയിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഷിഫ ഹോസ്പിറ്റല് പല സമയങ്ങളിലായി വിവിധ പദ്ധതികൾ സാധാരണക്കാരായ പാവപ്പെട്ടവരായ രോഗികളുടെ അവർക്ക് വേണ്ടി ഇവിടെ നടപ്പാക്കി വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. പലപ്പോഴും പല പദ്ധതികളുടെയും ചടങ്ങുകൾക്ക് എനിക്ക് സംബന്ധിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സഹൃദയം എന്ന പരിപാടി, അതുപോലെ ഇപ്പോഴുള്ള പുനർജനിയും പുതിയ കാലഘട്ടത്തിലേറെ അനിവാര്യമായിട്ടുള്ള സംഗതികളാണ്. ജീവിത ശൈലി രോഗങ്ങൾ വളരെ പടർന്നു പിടിച്ചിട്ടുള്ള ഇന്നത്തെ കാലം, അതുപോലെ തന്നെ ചികിത്സാ ചെലവ് വളരെ വർദ്ധിച്ചിട്ടുള്ള ഇന്നത്തെ കാലത്ത് ഉണ്ണിസാഹിബിവിടെ പറഞ്ഞതുപോലെ തന്നെ രോഗം വരിക എന്നുള്ളത് ആർക്കും വരാറ്, വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്.
ചടങ്ങിൽ നജീബ് കാന്തപുരം MLA, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചികിത്സയുടെ ഭാരം അല്ലെങ്കിൽ ചികിത്സയുടെ സംവിധാനങ്ങൾ നമ്മുടെ കൈവിട്ടു പോയൊരു കാലമാണിത്. പണ്ടൊക്കെ ഏതൊരു ട്രീറ്റ്മെന്റിനും നമ്മൾക്കൊക്കെ താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരാൾക്ക് പോലും അഫോർഡബിൾ ആകാൻ കഴിയാത്ത വലിയ ചികിത്സാ ഭാരം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അവിടെയാണ് കിംസ് അൽ ഷിഫ ആ മാനവികതയുടെ ഒരു മഹാപതാകയായി ഈ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അഭിമാനത്തോടെ പറയുകയും അതിനുള്ള നന്ദി അറിയിക്കാൻ വേദിപ്പിക്കുകയുമാണ്. കിംസ് അൽ ഷിഫ ഡയറക്ടർമാരായ അബ്ദുൾ റസാഖ്, ഹംസ പിലാക്കൽ, ഡോക്ടർ അഹമ്മദ് അമീൻ, PK മുഹമ്മദ് ഫൈസൽ, ജീവകാരുണ്യ പ്രവർത്തകനായ മാനുപ്പ കുറ്റീരി, നാസർ മാനു, താഹിർ ഒറ്റപ്പാലം, ഓർത്തോപീഡിക് വിഭാഗ മേധാവി ഡോക്ടർ EG മോഹൻകുമാർ, ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ അബ്ദുള്ള ഖലീൽ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഫിസിഷ്യൻ ഡോക്ടർ ഷാഹുൽ ഹമീദ്, ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ PM മുരളി, ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഗണേശൻ, യൂറോളജിസ്റ്റ് ഡോക്ടർ നിഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ ട്രാൻസ്പ്ലാന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സജു സേവിയാർ സ്വാഗതം പറഞ്ഞു. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ KC നന്ദിയും പറഞ്ഞു. പദ്ധതിയിൽ അംഗമാകുന്നവർക്ക് വേണ്ടിയുള്ള സൗജന്യ സ്ക്രീനിംഗ് ക്യാമ്പ് നവംബർ 3 മുതൽ 15 വരെ കിംസ് അൽ ഷിഫയിൽ വെച്ച് സംഘടിപ്പിക്കും. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജന്റീന ഫുട്ബോൾ ടീം മാർച്ച് മാസത്തിൽ കേരളത്തിലെത്തുമെന്ന് കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. വിഷൻ 2031 ഭാഗമായി കായിക വകുപ്പ് നടത്തിയ നവകായിക കേരളം മികവിന്റെ പുതു ട്രാക്കിൽ എന്ന സംസ്ഥാനതല സെമിനാർ മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തിന് 75 വർഷം പിന്നിടുന്ന 2031 തർക്കരഹിത ഭൂമി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബജറ്റിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ ചെലവിൽ നവീകരിച്ച പന്നിൻകുറിശി തൂത റോഡിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം നടന്നു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് റോഡിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. കലയുടെയും ആഘോഷത്തിന്റെയും 4 ദിനങ്ങൾക്ക് തുടക്കം കുറിച്ച് പെരിന്തൽമണ്ണ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരശീല ഉയർന്നു. 23 വിദ്യാലയങ്ങളിൽ നിന്നായി 3500ഓളം വിദ്യാർത്ഥികളാണ് ഈ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. മങ്കട, മേലാറ്റൂർ ഉപജില്ലകളിലും കലോത്സവം ആരംഭിച്ചു. മണ്ണാർക്കാട് കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം N. ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. മണ്ണാർക്കാട് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ മറ്റു വാഹനങ്ങളിലിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. 3 കാറുകളും ഓട്ടോയും സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂട്ടർ യാത്രികയെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.